ഹായ് മക്കളെ, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ, ചാടിച്ചാടി നിന്നോ. തെർമോഡൈനാമിക്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ എഴുതുന്ന നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് CM അക്കാഡമിയുടെ ആപ്പ് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പപ്പ റിച്ച് ടീംസ് ഐഫോൺ ഉപയോഗിക്കുന്നവർ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ ഈ ഒരു ORG കോഡ് ചോദിക്കുമ്പോൾ ഈ ഒരു കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് CM അക്കാഡമിയുടെ ആപ്പായിട്ട് മാറും. എന്നിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഫ്രീ മെറ്റീരിയൽസിൻ്റെ ഭാഗത്ത് ഈ നോട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. തുടങ്ങിക്കോ, ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. എടാ, തെർമോഡൈനാമിക്സിൽ രണ്ട് വാക്ക് വളരെ പ്രധാനമാണ്. നമ്മൾ കെമിക്കൽ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ സിസ്റ്റം എന്നാണ് പേര് വിളിക്കുക. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സിസ്റ്റം അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളെയും സറൗണ്ടിങ്സ് എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സും കൂടിക്കഴിഞ്ഞാൽ എന്തായി? യൂണിവേഴ്സായി. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബാണ് സിസ്റ്റം, അതിൻ്റെ നെയ്ബർഹുഡാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പേര് വിളിക്കുന്നത്. 3 ടൈപ്പ് സിസ്റ്റം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്ന് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. 2 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് നിങ്ങൾ മനസ്സിലേക്ക് വെക്കേണ്ടത്. മാറ്റർ ആൻഡ് എനർജി. മാറ്ററിൻ്റെയും എനർജിയുടെയും എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്താണ് ഓപ്പൺ, ക്ലോസ്ഡ്, ഐസൊലേറ്റഡ് എന്ന് 3 ടൈപ്പ് സിസ്റ്റം നമ്മൾ പറയുക. എങ്ങനെയാണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം മനസ്സിലാക്കുക? എടാ, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങാം. എടാ, ഒരു ഹോട്ട് വാട്ടർ ഇൻ തെർമോ ഫ്ലാസ്ക്, വീട്ടിലൊക്കെയുള്ള ഫ്ലാസ്കിൽ എടുത്തു വെച്ച ചൂടുവെള്ളം, അത് 2 ലിറ്റർ ആണുള്ളതെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക. 2 മണിക്കൂർ സമയം കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള 2 ലിറ്റർ വെള്ളം അവിടെ തന്നെ ഉണ്ടാകും. അതിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസോ 60 ഡിഗ്രി സെൽഷ്യസോ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഒരു ഐഡിയൽ തെർമോ ഫ്ലാസ്ക് ആണെങ്കിൽ. നിൻ്റെ വീട്ടിലെ ഫ്ലാസ്ക് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല, പൊട്ടിയിട്ടുണ്ടാകും, അത് മാറ്റി വെച്ചേക്ക്. അപ്പോൾ ആ തെർമോ ഫ്ലാസ്ക് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹീറ്റോ മാറ്ററോ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ സിസ്റ്റത്തിൽ മാറ്ററിൻ്റെ എക്സ്ചേഞ്ചും പോസിബിൾ അല്ല, എനർജിയുടെ എക്സ്ചേഞ്ചും പോസിബിൾ അല്ല. അങ്ങനത്തെ വരെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പേര് വിളിക്കുക. കളി മനസ്സിലായില്ലേ? ഇനി തെർമോ ഫ്ലാസ്ക് മാറ്റി വെക്ക്. സാധാരണ ഒരു ഗ്ലാസിൻ്റെ ഒരു ജഗ് എടുക്ക്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി എടുക്ക്. അതിൽ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു 2 ലിറ്റർ വെള്ളം ഞാൻ എടുത്തു വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 2 മണിക്കൂറിന് ശേഷം ആ 2 ലിറ്റർ വെള്ളം എന്ന അളവിൽ മാറ്റം ഉണ്ടാവില്ല. അഥവാ അടച്ചു വെച്ച പാത്രത്തിനുള്ളിൽ മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. അവിടുന്ന് വെള്ളത്തിൻ്റെ അളവ് മാറില്ല, പക്ഷേ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടാവും, തണുത്ത് പോയിട്ടുണ്ടാവും. കാരണം എന്താ? അവിടെ എനർജിയുടെ എക്സ്ചേഞ്ച് പോസിബിളാണ്. അപ്പോൾ മാറ്ററിൻ്റെ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല, ബട്ട് എക്സ്ചേഞ്ച് ഓഫ് എനർജി ഈസ് പോസിബിൾ. അങ്ങനത്തെ വരെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പേര് വിളിക്കുക. എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ഇൻ ക്ലോസ്ഡ് വെസൽ, അടച്ചു വെച്ച പാത്രത്തിലുള്ള ഒരു ചൂടുവെള്ളം. ഓക്കെ അല്ലേടാ? ഇനി തുറന്നു വെച്ച പാത്രമാണെന്ന് വിചാരിച്ചു. ഒരു തുറന്നു വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചു. രാവിലെ വെച്ചതാ, വൈകുന്നേരം ആകുമ്പോൾ അതിൽ എനർജിയും മാറ്ററൊക്കെ അവിടെ ഉണ്ടാകുമോ? അതങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ അവിടുന്ന് മാറ്ററും പുറത്തേക്ക് പോകാം, അതുപോലെ എനർജിയും പുറത്തേക്ക് പോകാം. ശരിയല്ലേടാ? അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ആൻഡ് എനർജി ആർ പോസിബിൾ. ആർ ടേക്ക് പ്ലേസ് എന്നല്ല കേട്ടോ മനസ്സിലാക്കേണ്ടത്, പോസിബിൾ ആണോ അല്ലേ. തുറന്നു വെച്ച പാത്രം അതിന് എക്സാമ്പിളാണ്. ഹോട്ട് വാട്ടർ ഇൻ ഓപ്പൺ വെസൽ. തുറന്നു വെച്ച പാത്രത്തിലുള്ള ഹോട്ട് വാട്ടറിൽ നിന്ന് മാറ്ററും പുറത്തേക്ക് പോകും എന്നല്ല, പോവാം. എനർജിയും പുറത്തേക്ക് പോകാം. അതിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ പഠിച്ചു വെച്ചോ, ഓപ്പൺ സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ആൻഡ് എനർജി ബോത്ത് ആർ പോസിബിൾ. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ഈസ് നോട്ട് പോസിബിൾ, ബട്ട് എക്സ്ചേഞ്ച് ഓഫ് എനർജി ഈസ് പോസിബിൾ. ഐസൊലേറ്റഡ് സിസ്റ്റം, എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ആൻഡ് എനർജി ആർ നോട്ട് പോസിബിൾ. അപ്പോൾ ഇവിടെ രണ്ടും പോസിബിളാണ്, ഇവിടെ നോട്ട് പോസിബിളാണ്. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായി അറിഞ്ഞു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ? മോനെ, കൂടുതൽ ആഴത്തിൽ സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള ടൈം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വിഴുങ്ങിക്കോ. ഒരു കുട്ടി ആരോ കമൻറ്റ് ചെയ്തത് കണ്ടു, സാർ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണം, റീസൺ എക്സ്പ്ലെയിൻ ചെയ്താലേ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എടാ മോനെ, ജൂണിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീസണും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേനെ. ഇപ്പം അതിനുള്ള നേരമില്ല, മറ്റന്നാളാണ് പരീക്ഷ. അതുകൊണ്ട് നീ അങ്ങോട്ട് വിഴുങ്ങ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും, പരീക്ഷ കഴിഞ്ഞിട്ട് വിളിക്കുക. സാർ അതെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. മോനെ, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ മനസ്സ് വിചാരിച്ചോ. ഒന്ന്, ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, പാത്ത് ഫോളോഡ്. 3 വാക്ക് പറഞ്ഞു നോക്കിയേ. ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, പാത്ത് ഫോളോഡ്. ഇതിൽ ഈ 3 എണ്ണത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളുണ്ട്. അവരെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് പേര് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണ്? പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫോളോഡ്. അവനാണ് പാത്ത് ഫംഗ്ഷൻ. 2 എക്സാമ്പിൾ പഠിച്ചാൽ മതി. വർക്കും ഹീറ്റും മറക്കരുത്. ബാക്കിയെല്ലാം നിങ്ങളെവിടെ ചാമ്പിക്കോ? സ്റ്റേറ്റ് ഫംഗ്ഷനിൽ ചാമ്പിക്കോ. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷനിൽ സ്റ്റേറ്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അഥവാ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. അതും കൂടി അവിടെ നിന്ന് എഴുതി വെക്കണേ. ഇൻഡിപെൻഡൻറ്റ് ഓൺ പാത്ത് ഫോളോഡ്. ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
ഇനീഷ്യൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് മാത്രമാണെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. എക്സാമ്പിൾ ടെമ്പറേച്ചർ, വോളിയം, മാസ്, ഇൻറ്റേർണൽ എനർജി എക്സെട്ര. നമുക്കറിയാവുന്ന ഈ പറഞ്ഞ രണ്ടെണ്ണം അല്ലാത്തതൊക്കെ അവിടെ കൊണ്ടുപോയി ചാമ്പാവുന്നതാണ്. നെക്സ്റ്റ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇതൊക്കെ 1 മാർക്ക് 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരാണ്. എടാ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഞാനൊന്ന് ശരിക്കും മനസ്സിലാക്കി തരാം. എല്ലാവരും ശരിക്കും നോക്കിക്കോ. എടാ 1 ലിറ്റർ വെള്ളമുണ്ട് ഇവിടെ, 1 ലിറ്റർ വെള്ളമുണ്ട്, അതിന് 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. 1 ലിറ്റർ വെള്ളം വേറൊരു പാത്രത്തിലുണ്ട്, അതിനും 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ആക്കിയാൽ എനിക്കിവിടെ 2 ലിറ്റർ വാട്ടർ ഉണ്ടാവില്ലേ? സത്യമല്ലേ? ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഇതും 50 ഇതും 50, അപ്പോൾ 50 കൂടിയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ല. അത് തെറ്റാ. എത്ര ഉണ്ടാവുള്ളൂ? 50 തന്നെ ഉണ്ടാവുള്ളൂ. ശരിയല്ലേടാ? അഥവാ ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം, ചെറിയ ചൂടുള്ള കുറച്ചുകൂടെ വെള്ളം, ചെറിയ ചൂടുള്ള കുറച്ചുകൂടെ വെള്ളം, ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുള്ള വെള്ളത്തിന് ഭയങ്കര ചൂടുണ്ടാവുമോ? അതുണ്ടാവില്ല. അപ്പോൾ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര സുഖമാണല്ലോ. 100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയിട്ട് ബോയിൽ ചെയ്ത് ഇടങ്ങാറാവണ്ട. 50 ഡിഗ്രി വരെ ചൂടാക്കിയിട്ടുള്ള 2 സാമ്പിൾ എടുത്ത് ചൂടാക്കിയാൽ മതി. മിക്സ് ചെയ്താൽ മതി. അപ്പോൾ 100 ഡിഗ്രി ആയിക്കാണ്ട് പെട്ടെന്ന് കണ്ട് വെള്ളം തിളക്കും. അങ്ങനെ ഉണ്ടോ? നടക്കില്ല. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവനും ചെയ്യാത്തവനും ഈ എക്സാമ്പിളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ലിറ്റർ വോളിയം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വോളിയം എന്ന് പറയുന്നത് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളാണ്. എടാ തിളച്ച് മറിഞ്ഞിരിക്കുന്ന ഒരു വെള്ളത്തിൽ നിന്ന് 1 സ്പൂണ് വെള്ളം കോരി എടുത്തിട്ട് കയ്യിലേക്ക് ഒഴിച്ചാലും ആ വലിയ സാമ്പിളിനുള്ള അതേ ചൂട് ഇയാൾക്കും ഉണ്ടാവും. കാരണം എന്താ? അപ്പോൾ എമൗണ്ട് മാറി എന്ന് കരുതി ടെമ്പറേച്ചർ മാറൂല. അങ്ങനത്തെ ആൾക്കാരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. പഠിച്ചു വെക്കണേ. ഇൻറ്റൻസീവ് എന്താ? ഇൻഡിപെൻഡൻറ്റ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓർക്കാൻ ഭയങ്കര എളുപ്പമല്ലേടാ? ഇൻറ്റൻസീവ് ഇൻഡിപെൻഡൻറ്റ് രണ്ടും ഇൻ. അപ്പോൾ ചില കുട്ടികൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ കണ്ടാൽ ചാടിക്കറി, ആഹാ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻറ്റൻസീവ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ എഴുത്തണം എഴുതും. ഇൻറ്റൻസീവ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓൺ, ബാക്കി മറക്കും. അതും നിർബന്ധമാണ്. ഇൻഡിപെൻഡൻറ്റ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവനാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ആരാ? ടെമ്പറേച്ചർ ഇപ്പം ഞാൻ പറഞ്ഞു, ഡെൻസിറ്റി ഇപ്പം ഞാൻ പറഞ്ഞു, ഒക്കെ കേട്ടോ. മോളാർ മാസ്. ഇനി അവിടെ നിന്നിട്ടുള്ള ആൾക്കാർ മോളാർ എന്ന വാക്കുള്ള എല്ലാവരും അതിൽ പെട്ടതാ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി, പ്രഷർ, ഇവരെല്ലാവരും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ മോളാർ എന്ന് ചേർത്ത് പറഞ്ഞതിൽ മോളാർ ഊരിയെടുത്താൽ കിട്ടുന്നതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ മോളാർ മാസ് ഇൻറ്റൻസീവ് ആണെങ്കിൽ മാസ് എക്സ്റ്റെൻസീവാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റൻസീവ് ആണെങ്കിൽ വെറും ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവാണ്. കൂട്ടത്തിൽ നേരത്തെ ഞാൻ പഠിപ്പിച്ച വോളിയം, അതുപോലെ രണ്ടാളെയും നിർബന്ധമായിട്ട് പഠിച്ചോ. NCERT പറഞ്ഞ എക്സാമ്പിളാണ് ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി. NCERT പറയുന്ന എക്സാമ്പിളാണ്, നോട്ട് ചെയ്തോളണം. ഓക്കെ അല്ലേടാ? ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ലൈഡ് അറിയാതെ കുടുങ്ങി പോയിട്ടുണ്ട്. +1 നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട് എന്നാണല്ലോ അർത്ഥം. നിങ്ങൾക്ക് +2 സയൻസ് ട്യൂഷന് ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൊന്നും പോയി തലവെച്ച് കൊടുക്കേണ്ട. CM അക്കാഡമിയിലേക്ക് പോരും. ഞങ്ങളെ പണി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പിന്നാലെ കൂടുക എന്നുള്ളതാണ്. പഠിപ്പിക്കാൻ ആർക്കും പറ്റും. അത് പിന്നാലെ കൂടി വീണ്ടും റിവിഷനും എക്സാംസും നടത്തി നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പിക്കാൻ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കാൾ ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങളെടുത്ത് പഠിക്കുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഫുൾ മാർക്ക് വാങ്ങിയിട്ട് +2 പാസ്സായി പോകാറുണ്ട്. +1 നിങ്ങൾ എവിടെ പഠിച്ചു അതെൻ്റെ വിഷയമല്ല. +2 നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് വെറും 399 രൂപ മാത്രം ഫീസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ +2 കംപ്ലീറ്റ് സിലബസും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടും അതിൻ്റെ കൂടെ ഞങ്ങളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കും ഞങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് എക്സാംസും നടത്തി ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. വേണേ ജോയിൻ ചെയ്തോ. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇതിലേക്ക് കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മസ്റ്റ് ട്രൈ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അറിയണം, മാത്തമാറ്റിക്കൽ ഇക്വേഷനും അറിയണം. 2 സ്റ്റേറ്റ്മെൻറ്റ് അറിയണം. എന്താ? ഒന്നാമത്തെ നമുക്ക് ക്ലീഷേ എല്ലാവർക്കും അറിയാവുന്നത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയെ ഉണ്ടാക്കാനും പറ്റില്ല, എനർജിയെ നശിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പേര് പറയും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയുടെ ലോ ഓഫ് കൺസർവേഷൻ, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എല്ലാവർക്കും അറിയാവുന്ന ഡയലോഗാണ്. രണ്ടാമത്തതും നിർബന്ധമായും നിങ്ങൾ എഴുതണം. ടോട്ടൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ നടന്നാലും അവിടെയുള്ള ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണത്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q+W. അറിഞ്ഞിരിക്കണേ ഡെൽറ്റ യു എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. യു എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ച്, W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. ഓരോരുത്തരും അറിയണേ. ഇനി ക്യൂൻ്റെയും ഡബ്ല്യൂൻ്റെ ഒക്കെ വാല്യൂ തന്നിട്ട് ഡെൽറ്റ യു കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഈ സൈൻ കൺവെൻഷൻസ് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു ഏരിയയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത്. എടാ
ഹീറ്റ് ഗിവൺ ബൈ ദി സിസ്റ്റം, ഹീറ്റ് ഇസ് ഗിവൺ ഇൻ ടു സിസ്റ്റം, വർക്ക് ഇസ് ഡൺ ഓൺ ദി സിസ്റ്റം, വർക്ക് ഇസ് ഡൺ ബൈ ദി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ അങ്ങോട്ട് കൊളാക്കി തന്ന സാധനമായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നല്ല ടീച്ചേഴ്സ് കുറേ ഉണ്ട്. ഞാൻ ഈ പറയുന്നത് അവരെ ഉദ്ദേശിച്ചല്ലേ, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ലതാണ്. എന്നാൽ പല സ്കൂളുകളിലും കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടില്ലാത്തൊരു ഭാഗമാണെന്ന് ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. വിട്ടേക്ക് എടാ മോനെ, നന്നായി ശ്രദ്ധിച്ചോ, ഇനിമേൽ നിനക്ക് പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മളാണ് സിസ്റ്റം. നമ്മളാരാ? സിസ്റ്റം. നമുക്ക് കിട്ടുന്നത്, നമുക്ക് ലാഭം കിട്ടുന്നതൊക്കെ പോസിറ്റീവും, നമുക്ക് നഷ്ടം വരുന്നതെല്ലാം നെഗറ്റീവായിട്ടാണ് വിചാരിക്കുക. നമ്മൾ സന്തോഷിക്കണമൊക്കെ പോസിറ്റീവ്, നമുക്ക് ലാഭം കിട്ടണമൊക്കെ പോസിറ്റീവ്, നമുക്ക് നഷ്ടം വരുന്നതൊക്കെ നെഗറ്റീവായിട്ട് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തു, ഇനി മുതൽ കുട്ടികൾക്ക് വെറുതെ മാർക്ക് ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് എന്ന് മനസ്സിൽ വിചാരിക്കണം. മനസ്സിലായില്ലേ? പരീക്ഷ ക്യാൻസൽ ചെയ്തു, അപ്പോൾ പോസിറ്റീവ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹയർ സ്റ്റഡീസ് ഒന്നുമില്ല, നിങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോയിക്കോളി, അതാണ് അതിൻ്റെ ബാക്കി ഡയലോഗ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. കളി മനസ്സിലായില്ലേ? CM അക്കാഡമിയിലെ +2 ട്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരികയാണ്, പോസിറ്റീവ്. പക്ഷേ കൊല്ലാസാനത്തിൽ 1 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ ഇട്ടെന്നാൽ മതി, നെഗറ്റീവ്. എടാ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ നല്ല ഫീൽ വരുമ്പോൾ പോസിറ്റീവ്, മോശം ഫീൽ വരുമ്പോൾ നെഗറ്റീവ്. ഇനി കേട്ടോട്ടോ, നമ്മളാരാ? സിസ്റ്റം. നമുക്ക് ലാഭം കിട്ടുന്നതൊക്കെ പോസിറ്റീവ്, നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതൊക്കെ നെഗറ്റീവ്. ഹീറ്റ് ഈസ് ഗിവൺ ഇൻ ടു സിസ്റ്റം, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു. നമ്മളാരാ? സിസ്റ്റം. നമുക്ക് ഹീറ്റ് കിട്ടി, നമുക്ക് കിട്ടുകയാണല്ലോ, നമുക്ക് ലാഭമാണല്ലോ. ആ ഹീറ്റിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. വിത്ത് എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, വേറെ കേട്ടിരുന്നു. ഹീറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി സിസ്റ്റം, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എടുത്തുകൊണ്ട് പോയി. നമ്മളാണ് സിസ്റ്റം, നമ്മളിൽ നിന്ന് ഹീറ്റ് കൊണ്ടുപോയി, നമുക്ക് നഷ്ടമാണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇനി വർക്കിൻ്റെ കഥ കേൾക്കുമ്പോഴോ, എടാ മോനെ, വർക്ക് ചെയ്യാൻ നമുക്കൊക്കെ ഇഷ്ടമാണോ? നിങ്ങൾ പറ. നന്നായി വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമാണോ? അല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നെഗറ്റീവ്, നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ചെയ്തു തരുന്ന വർക്കൊക്കെ പോസിറ്റീവ്. ഓർത്ത് വെച്ചോളണേ, വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, സിസ്റ്റത്തിന് മുകളിൽ വർക്ക് ചെയ്തു. ആര് വർക്ക് ചെയ്തു? വേറെ ആരോ വർക്ക് ചെയ്തു. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓൺ ദി സിസ്റ്റം എന്നല്ല പറയാം, ബൈ ദി സിസ്റ്റം എന്നാണ് പറയാം. വേറെ ആരോ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തന്നു. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം, സിസ്റ്റം പണിയെടുത്തു. ആരാ? സിസ്റ്റം. നമ്മൾ പണിയെടുക്കേ, നെഗറ്റീവ്. ക്ലിയർ ആയില്ലേ? അത് മനസ്സിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യും. 5 ജൂൾ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, 5 ജൂൾ വർക്ക് സിസ്റ്റത്തിന് മുകളിൽ ചെയ്തു. അപ്പോൾ ആ വർക്കിൻ്റെ വാല്യൂ +5 വേണോ -5 വേണോ? +5. എന്തുകൊണ്ടാണ്? വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, സിസ്റ്റത്തിന് മുകളിൽ. ആര്? വേറെ ആരോ, നമുക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി 10 ജൂൾ ഹീറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി സിസ്റ്റം, സിസ്റ്റത്തിൽ നിന്ന് 10 ജൂൾ ഹീറ്റ് ഊരിയെടുത്തു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. സോ ദാറ്റ് ഈസ് -10 ജൂൾ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എത്ര? ഡെൽറ്റ യു = Q + W. Q എത്ര? -10. W എത്ര? +5. സോ ഡെൽറ്റ യു = -5 ജൂൾ. അപ്പോൾ ഈ ആൻസർ ഈ പ്ലസും മൈനസും അറിയാത്തവന് ഇവിടുത്തെ 5ഉം അവിടുത്തെ 10ഉം കൂട്ടിയിട്ട് 15 പറഞ്ഞാണ്ട് ഫുൾ മാർക്ക് കാരണം പ്രതീക്ഷിച്ചിരിക്കും. പാവാണ്, കളിയാക്കണ്ട. സൈൻ അറിയണം, ഓർത്ത് വെച്ചോ. സൈൻ അറിയാത്ത കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേടാ, സൈനൊക്കെ പഠിക്കട്ടെ. പിന്നെ മോനെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏത് വന്നാലും ഈ ഒരു സിമ്പിൾ ലോജിക് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കാണാം. വർക്ക് കാണാനുള്ള വളരെ പ്രസിദ്ധമായ 2 ഇക്വേഷൻ ഉണ്ട്. ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ആണെങ്കിലും ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെങ്കിലും. ഇവിടെ ഞാൻ കൂടുതൽ കഥ പറയേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതാണ് ഇവിടുത്തെ മാറ്റർ. വർക്ക് ഈസ് = -P ΔV എപ്പോൾ? ഇറിവേഴ്സിബിൾ ആണെങ്കിൽ. വർക്ക് ഈസ് = -2.303 nRT log V final / V initial, ഫൈനൽ വോളിയം / ഇനീഷ്യൽ വോളിയം. വർക്ക് റിവേഴ്സിബിൾ ആണെങ്കിൽ, ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെങ്കിൽ. ഇനി റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ പറഞ്ഞില്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്. ഇതല്ലേ സിമ്പിൾ ഇക്വേഷൻ? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ പറഞ്ഞില്ലെങ്കിൽ സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, അത് നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്. കാൽക്കുലേറ്റ് വർക്ക് ഡൺ ഇൻ 2 ലിറ്റർ ഗ്യാസ് എക്സ്പാൻസ് ഇൻ ടു 10 ലിറ്റർ. 2 ലിറ്റർ ഉണ്ടായിരുന്നൊരു ഗ്യാസ് 10 ലിറ്റർ ആയിട്ട് മാറുമ്പോഴുള്ള വർക്ക് ഡൺ കാണുക. 3 സ്പെഷ്യൽ കേസിലായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ. എടാ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് എവിടെ കേട്ടാലും നോ ഡൗട്ട് വർക്ക് ഡൺ ഈസ് = 0. അത് വിട്ടേക്ക്. ഫ്രീ എക്സ്പാൻഷൻ നേട്ടാ വർക്ക് ഡൺ 0. അവിടെ ഇക്വേഷനും ഇല്ല, ഒരു തേങ്ങയില്ല. കാരണം എന്താ അറിയോ? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് = 0 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതേതാ? ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ? W = -P ΔV. -P ΔV P 0 ആയി. സോ മൊത്തത്തിൽ 0 ആയി. അതിനിപ്പോൾ റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞാലും ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞാലും പൊന്നു മോനെ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് കേട്ടാൽ വർക്ക് ഡൺ 0. നിൻ്റെ ഒരു സമാധാനത്തിന് എങ്ങനെ 0 ആയി എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നത്. ഇനി കേട്ടോ, ഇത് ഫ്രീ എക്സ്പാൻഷൻ അല്ല. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ ഇല്ല, പ്രഷർ 0 എന്നാണ് അർത്ഥം. എന്നാൽ എഗെയിൻസ്റ്റ് 1 ATM, ഒരു ATM പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഫ്രീ എക്സ്പാൻഷൻ അല്ല. അതുകൊണ്ട് വർക്കിനൊരു വാല്യൂ ഉണ്ടാകും. ഐസോതെർമലി എന്നേ പറഞ്ഞിട്ടുള്ളൂ. റിവേഴ്സിബിൾ ആണോ റിവേഴ്സിബിൾ ആണോ പറഞ്ഞിട്ടില്ല. W = -P ΔV. സോ W = P എത്ര? ഇവിടെ തന്നിട്ടുണ്ട് 1 ATM ഇൻറ്റു ΔV എത്ര? ΔV എന്ന് പറഞ്ഞാൽ എപ്പോഴും വോളിയത്തിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലുത് മൈനസ് ചെറുതല്ല, ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. 2 ലിറ്റർ 10 ലിറ്റർ ആയി. അപ്പോൾ ചേഞ്ച് എത്ര? 10 - 2 ആണ്. നേരെ തിരിച്ച് 10 ലിറ്റർ 2 ലിറ്റർ ആയാൽ ചേഞ്ച് എത്ര? -8 ഉണ്ടാവുക.
2 - 10 ഉണ്ടാവുക. എപ്പോഴും മനസ്സിലാക്കണേ, ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് എടുക്കേണ്ടത്. 10 - 2 8. സോ ദിസ് ഈസ് -8 ജൂൾ. സിമ്പിൾ അല്ലേടാ, ഉറപ്പല്ലേടാ? സോറി, ജൂൾ അല്ല കേട്ടോ, ലിറ്റർ ATM ആണ്, മാറിപ്പോയി. ജൂൾ ആവുന്നത് SI സിസ്റ്റത്തിൽ എടുക്കുമ്പോഴാണ്, മാറിപ്പോയി. ലിറ്റർ ATM. ജൂളിൻ്റെ വേറെ ഒരു യൂണിറ്റ് ഓഫ് വർക്കാണ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഹീറ്റ് ആണ് ഏത് ലിറ്റർ ATM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പ്രഷർ ATM ആണ്, വോളിയം ലിറ്റർ ആണ്, സോ ലിറ്റർ ATM. ക്ലിയർ അല്ലേടാ? എഗെയിൻസ്റ്റ് 1 ATM പ്രഷർ ഐസോതെർമലി ആൻഡ് റിവേഴ്സിബിളി എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ W = -2.303 nRT. ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ആണ്, അതിവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 1 മോൾ ആണെന്ന് വെറുതെ ഒന്ന് വിചാരിച്ചേക്ക്. ഓക്കെ, ഇതാ ഇക്വേഷനിൽ അങ്ങനെയല്ലേടാ, 2.303 nRT. R എന്താടാ, ആറും ടി ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ ആറിൻ്റെ വാല്യൂ നോക്കിക്കോ, ആറും ടി ഒക്കെ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതി തരാം. R എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് 8.2 × 10⁻² എന്നാണ്. ആറിന് പല വാല്യൂ ഉണ്ട്, ഇവിടെ യൂസ് ചെയ്യേണ്ട വാല്യൂ 8.2 × 10⁻² ആണ്. അപ്പോൾ അതിവിടെ മൾട്ടിപ്ലൈ ചെയ്തു, 8.2 × 10⁻². ഓക്കെ, ടെമ്പറേച്ചർ ഇവിടെ പറഞ്ഞിട്ടില്ല, അത് 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെറുതെ എടുക്ക്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് NCERT ഉള്ളത്. ഞാൻ അതിൽ ഷോർട്ട് ആക്കിയിട്ടുള്ള ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചതാണ്. 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 27 എന്ന് എഴുതരുത്, 300 എന്ന് എഴുതണം. എന്തുകൊണ്ടാണ്? ഇത് ഡിഗ്രി സെൽഷ്യസിലാണ്, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 273 കൂട്ടിയിട്ട് വേണം എഴുതാൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫൈനലി ലോഗ് വി ഫൈനൽ വോളിയം എത്രയാടാ? 10 / V initial 2. ഇനി എന്താ പരിപാടി? കാൽക്കുലേറ്റർ എടുക്കുക, ഞെക്കുക. ഇനി അതിൻ്റെ ഫൈനൽ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ ഞാൻ നിൽക്കണില്ല, അതല്ലല്ലോ എൻ്റെ പണി. ഈ ഇക്വേഷൻസ് എങ്ങനെ ചെയ്യാം, ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കുത്തി നോക്കിയാൽ കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. സെറ്റാക്കിക്കൊള്ളണം. പൊന്നുമോനെ, ഒരിടത്ത് വർക്ക് നിന്നോട് ഇപ്പോൾ ചോദിച്ച കഥ ഞാൻ പറഞ്ഞല്ലോ. ഇനി അതേ സിറ്റുവേഷനിൽ Q ആണ് നിന്നോട് ചോദിച്ചെന്നുണ്ടെങ്കിൽ Q എന്ന് പറഞ്ഞാൽ ആരാ? ഹീറ്റ്. എടാ, എല്ലാ ഐസോതെർമൽ റിയാക്ഷനിലും ഓർക്കണേ, ഐസോതെർമൽ ആണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നാണ് അർത്ഥം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ΔT 0 ആണ് എന്നാണ് അർത്ഥം. ശരിയല്ലേടാ? ടെമ്പറേച്ചറിൽ മാറ്റമില്ല. അപ്പോൾ മാറ്റം ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്ര? 0. ΔT 0 ആകുന്ന എല്ലായിടത്തും ΔU 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ? ΔU = Q + W. ഈ ΔUവിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ +W ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ, അപ്പോൾ Q = -W എന്ന് കിട്ടും. അഥവാ നിന്നോട് ഹീറ്റ് ചോദിച്ചാലും നീ എന്ത് തന്നെ കാണണം? വർക്ക് തന്നെ കാണണം, എന്നിട്ട് അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ഇടണം, അപ്പോൾ ഹീറ്റ് കിട്ടും. കളി മനസ്സിലായില്ലേ? എല്ലാ ഐസോതെർമൽ റിയാക്ഷനിലും ക്യൂവും വർക്കും ഹീറ്റും വർക്കും നേരെ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. Q = -W. ഓർത്ത് വെച്ചോണേ, വർക്ക് കാണാൻ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു. ഹീറ്റ് ചോദിച്ചാൽ തന്ത പറഞ്ഞില്ല അറിയേണ്ട, നേരെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കുക. കാൽക്കുലേഷൻ ഓഫ് ΔN ഇതൊരു ടോപ്പിക് അല്ല, വരാനിരിക്കുന്ന ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ കാൽക്കുലേഷനാണ്. ΔN എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? NGP - NGR. എന്താണ് NGP? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. ഞാൻ പഠിപ്പിച്ചു തരാം. എക്സാമ്പിൾസ് ഇവിടെ 5 ഉണ്ട്. കാർബൺ സോളിഡാണ്, ഓക്സിജൻ ഗ്യാസാണ്, പ്രൊഡക്റ്റ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. സോ ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം, ഇതല്ലേ പ്രൊഡക്റ്റ് സൈഡ്, അവിടുത്തെ ഗ്യാസിൻ്റെ എണ്ണം 1 മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം, ഇത് ഗ്യാസ് അല്ല അപ്പോൾ കൂട്ടണ്ട, ഇതിൻ്റെ എണ്ണം 1. സോ ദാറ്റ് = 0. ΔN 0. ഇവിടെ നോക്കിയേ, ഇയാൾ ഗ്യാസാണ്, ഇയാൾ ലിക്വിഡാണ് അല്ലേ? ഹൈഡ്രജൻ ഓക്സിജൻ ഗ്യാസാണ്, വാട്ടർ ലിക്വിഡാണ്. ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 0 മൈനസ് റിയാക്റ്റൻ സൈഡിൽ ഇവിടെ 1ഉം 1/2, ദാറ്റ് ഈസ് 3/2. 1 1/2 ടോട്ടൽ -3/2. സോ ദാറ്റ് ഈസ് = -3/2. ഇവിടുത്തെ ΔN എത്രയാണ്? നൈട്രജൻ ഗ്യാസാ, ഹൈഡ്രജൻ ഗ്യാസാ, അമോണിയയും ഗ്യാസാ. ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2, റിയാക്റ്റൻ സൈഡിൽ 4, 2 - 4 -2. പെട്ടെന്ന് മനസ്സിലായില്ലേ? ΔN ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഇയാളും ഗ്യാസാ. ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസ് 2 മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസ് 1. സോ ΔN 1. ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ ഗ്യാസാ, അയഡിനും ഗ്യാസാ, 2Hi, ഇയാളും ഗ്യാസാ. സോ ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 2 മൈനസ് റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 1 + 1, ദാറ്റ്സ് ഓൾസോ 2. ടോട്ടൽ = 0. ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയോ? ΔHും ΔUം തമ്മിലുള്ള റിലേഷൻ കാണാൻ. ΔH എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച്, ΔU എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. രണ്ടും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. ΔH = ΔU + ΔNRT. കാണാൻ പഠിച്ച്, ΔH = ΔU + ΔNRT. അപ്പോൾ ΔH എന്താ അറിയാം, ΔU എന്താ അറിയാം, R എന്താ അറിയാം, T എന്താ അറിയാം, അതിൽ എക്സ്ട്രാ വരുന്നത് ΔN ആണ്. അതെന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ചെയ്തു. അപ്പോൾ 2-3 എക്സാമ്പിൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. കാർബൺ സോളിഡ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ മോണോക്സൈഡും ഗ്യാസ് ആണ്. ഹിയർ ദി വാല്യൂ ഓഫ് ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 1, റിയാക്റ്റൻ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 1/2 എന്നല്ലേ വരുള്ളൂ. 1 - 1/2 = 1/2. സോ ΔH = ΔU + 1/2 RT എന്ന് വരും. 1/2 RT, ΔNRT. ക്ലിയർ അല്ലേടാ? ഇവിടെ എത്രയാടാ? H2, I2, HI, ഇയാളും എല്ലാം ഗ്യാസാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ ΔNൻ്റെ വാല്യൂ 0 എന്ന് വരും. സോ ΔH = ΔU itself.
മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, താഴെ പറയുന്നതിൽ ആർക്കാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യും ഈക്വൽ ആയിട്ടുള്ളത് എന്ത് നോക്കിയാൽ മതി, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എവിടെയാണ് 0 എന്ന് നോക്കിയാൽ മതി. കളി മനസ്സിലായില്ലേ? സിമ്പിൾ. അടുത്ത നോക്കിയടാ, റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഈ റിലേഷൻ നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓർത്ത് വെച്ചോ, സി പി മൈനസ് സി വി സിക്വൽ ടു ആർ. കാരണം പഠിച്ചാൽ സി പി മൈനസ് സി വി സിക്വൽ ടു ആർ, സി പി മൈനസ് സി വി സിക്വൽ ടു ആർ വിട്ടു. എടാ ഇനിയാണ് എൻതാൽപ്പികളുടെ വരവ്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. 3 ജസ്റ്റ് ഒന്ന് കേട്ടോളേ. ഈ എൻതാൽപ്പി ഒരു വലിയ പോത്താമ്പി ഇടക്കിയിട്ട് എടുക്കേണ്ട. എൻതാൽപ്പി എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു വലിയ ഇടങ്ങാറാക്കിയിട്ട് എടുക്കേണ്ട. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്തുള്ള എനർജിയിലെ വ്യത്യാസമാണ് എൻതാൽപ്പി. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്തുള്ള എനർജി ചേഞ്ചിനെയാണ് എൻതാൽപ്പി എന്ന് പേര് വിളിക്കുക. കണ്ടീഷൻ ഉണ്ട്, ആ റിയാക്റ്റൻറ്റിൻ്റെ അളവ് 1 മോൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിയടാ, 1 മോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? ആ വാക്കിലുണ്ട് കാര്യം. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡായി മാറലാണ്. സോളിഡ് ലിക്വിഡായി മാറുക അഥവാ മെൽറ്റിംഗ് എന്ന പ്രോസസ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫ്യൂഷൻ. അപ്പോൾ 1 മോൾ വാട്ടർ സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസ് ഉരുകിയിട്ട് ലിക്വിഡായി മാറുന്ന സമയത്ത് എത്ര എമൗണ്ട് ഓഫ് എനർജിയാണോ അവിടെ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുക എന്തോ ആയിക്കോട്ടെ, ചേഞ്ച് സംഭവിച്ചത് എത്ര, അതിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്താണെന്നല്ല പരീക്ഷയ്ക്ക് വരിക. പിന്നീട് നമുക്ക് കുറച്ച് പണിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആമുഖമായിട്ട് ഇവരൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഭയങ്കര സംഭവമാക്കിയിട്ട് ഇതിപ്പോൾ എങ്ങനെ എഴുതാമെന്ന് ആലോചിച്ചിരിക്കേണ്ട കേട്ടോ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. വാട്ട് ഈസ് വേപ്പറൈസേഷൻ? ലിക്വിഡ് ഗ്യാസായി മാറല. അപ്പോൾ 1 മോൾ ലിക്വിഡ് കംപ്ലീറ്റ്ലി ഗ്യാസായി മാറാൻ അവിടെ എത്ര എമൗണ്ട് ഓഫ് എനർജിയുടെ ചേഞ്ച് വരുന്നുണ്ടോ അതിൻ്റെ പേരാണ് എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് കൂടി പറയുമ്പോൾ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് പറയണം. വിട്ടേക്ക്. എടാ 1 മോൾ ലിക്വിഡ് വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഗ്യാസായി മാറൂലേ മോനെ, അല്ലേ? 1 മോൾ ലിക്വിഡ് ഗ്യാസായി മാറും. ആ ഗ്യാസായി മാറാൻ എത്ര എമൗണ്ട് ഓഫ് എനർജിയുടെ ചേഞ്ച് വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ? ദ സിമ്പിളാണ്, സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറലാണ് സബ്ലിമേഷൻ. സോളിഡ് ഡയറക്റ്റ്ലി ഗ്യാസായി മാറുക. 1 മോൾ സോളിഡ് കോമ്പൗണ്ട് കംപ്ലീറ്റ്ലി ഗ്യാസായി മാറുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പേര് വിളിക്കുക. വെറുതെ കേട്ടുവിട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇവിടെ നമ്മൾ ഡെഫിനിഷൻ അറിയണം. എടാ ഞാൻ പറഞ്ഞു എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ഓർ എനർജി ചേഞ്ച് ആണ്. എടാ ഫോർമേഷൻ ആവാനുള്ള കണ്ടീഷൻസ് ശ്രദ്ധിച്ച് കേട്ടോട്ടോ, ഞാൻ വായിക്കാം. എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ അളവ് എത്ര ആയിരിക്കണം? 1 മോൾ ഈസ് ഫോംഡ്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ആളുടെ എമൗണ്ട് 1 മോൾ ആയിരിക്കണം. ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. എവിടെ നിന്നെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ല, എലമെൻറ്റുകളിൽ നിന്നുണ്ടാവണം. ഫ്രം ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്, ആ എലമെൻറ്റുകൾ അയാളുടെ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം. ഞാൻ പറഞ്ഞുതരും. അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് ആഡ് ചെയ്ത് പറയുക. ഈ ഡെഫിനിഷൻ അറിയണേ. എന്താ പറഞ്ഞേ? ഈ ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാണാൻ എന്ത് ചെയ്യണം? എടാ C6H6 എന്ന് പറഞ്ഞാൽ ബെൻസീനാണ്. ബെൻസീൻ ഉണ്ടാക്കാൻ കോടാനുകോടി റിയാക്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതിനൊന്നും നമ്മൾ ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന് പേര് വിളിക്കില്ല. ഫോർമേഷൻ ആവണമെങ്കിൽ ഫ്രം ഇറ്റ്സ് എലമെൻറ്റുകളായിരിക്കണം. ഇതിലുള്ള എലമെൻ്റ് ആരൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും. ശരിയല്ലേടാ? കാർബണും ഹൈഡ്രജനും അല്ലേടാ ഇതിലുള്ള എലമെൻറ്റ്? കാർബണും ഹൈഡ്രജനും. അപ്പോൾ കാർബൺ എന്ന എലമെൻറ്റും ഹൈഡ്രജൻ എന്ന എലമെൻറ്റും കൂടിച്ചേർന്ന് ഇയാൾ ഉണ്ടാവണം. ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ഒരിക്കലും ഈ സൈഡിൽ ബാലൻസ് ചെയ്യരുത്. കാരണം ഇയാൾ എപ്പോഴും എത്ര ആയിരിക്കണം? 1 മോൾ ആയിരിക്കണം. അപ്പോൾ അവിടെ 1 മോൾ കിട്ടണമെങ്കിൽ ഇവിടെ 6 കാർബൺ വേണ്ടേ? സോ 6 കാർബൺ. കാർബണിൻ്റെ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. അപ്പോൾ 6 കാർബൺ ഗ്രാഫൈറ്റ് ഫോമിൽ എടുക്കണം. പിന്നെ ഇവിടെ ഹൈഡ്രജൻ 6 വരണമെങ്കിൽ ഇവിടെ 3H2 എന്ന് എടുക്കണം. ഹൈഡ്രജൻ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. സാറേ ഇതൊക്കെ ഇങ്ങനെ ഞങ്ങളറിയുക, നീ ഇപ്പോഴെങ്കിലും അറിയും. ഇനിയിപ്പോൾ അതിന് വേറെ സമയം കാണണ്ട, ഇപ്പോൾ പഠിച്ചോ. അപ്പോൾ 6 കാർബൺ ഗ്രാഫൈറ്റ് 3 ഹൈഡ്രജൻ ഗ്യാസും റിയാക്ട് ചെയ്തിട്ട് 1 മോൾ ബെൻസീൻ ഉണ്ടാകുന്ന സമയത്ത് എത്ര എനർജിയുടെ ചേഞ്ച് വരുന്നുണ്ടോ ആ ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പേര് വിളിക്കുക. വെറുതെ കേട്ട് വിട്ടാൽ മതിട്ടോ മോനെ. ഇത് ഒരുപാട് ഭയങ്കര സംഭവമാക്കിയിട്ട് ഉള്ളിലേക്ക് എടുക്കല്ലേ. ഫ്രീ ആയിട്ടിരിക്കണേ, ഹാപ്പി ആയിട്ടിരിക്കണേ. പറയണം മനസ്സിലാവുന്നുണ്ട് എന്ന രൂപത്തിൽ തന്നെ ഇരുന്നോ, അടിപൊളിയാവും. വാട്ടർ ആണെങ്കിലോ മോനെ നോക്കിക്കടാ, ഇതിലുള്ള എലമെൻറ്റുകളിൽ നിന്നുണ്ടാവണം. ആരാടാ? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ ഇവിടുത്തെ എലമെൻറ്റ്. ഇങ്ങനെ തന്നെ എഴുതാം. ഓന്ന് മാത്രം എഴുതരുത്, അപ്പോൾ അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ആവില്ല. ഹൈഡ്രജൻ ഗ്യാസാ, ഓക്സിജനും ഗ്യാസാ. ഇനി ബാലൻസ് ചെയ്യണം. ഇവിടെയാണോ അവിടെയാണോ ബാലൻസ് ചെയ്യുക? ഇവിടെ. ഹൈഡ്രജൻ ഓൾറെഡി ബാലൻസ്ഡാ, ഓക്സിജൻ ബാലൻസ് ചെയ്യുന്ന ഇവിടെ ഒരു ഹാഫ് ഇട്ട് കൊടുക്കുക. എടാ CH4 1 കാർബണും 2 H2 തമ്മിൽ കൂടിച്ചേരേണ്ടി വരും. കാർബണിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഗ്രാഫൈറ്റ് ആണ്. സോ കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് 2H2 ഗ്യാസ്. ക്ലിയർ അല്ലേടാ? H2SO4 നോക്കിക്കോട്ടോ. H2 + S + O2 ഇതാണ് അതിലുള്ള എല്ലാ ആറ്റങ്ങൾ. സെല്ലില്ലാത്തതുകൊണ്ട് താഴത്തേക്ക് എഴുതിയതാണ്. ഹൈഡ്രജൻ ബാലൻസ്ഡാ, സൾഫർ ബാലൻസ്ഡാ, ഓക്സിജൻ ഇവിടെ 2 കൊടുത്താൽ ഓക്സിജനും ബാലൻസ്ഡാ. അങ്ങനെ മോസ്റ്റ് സ്റ്റേബിൾ അവസ്ഥയിൽ നിന്നും 1 മോൾ കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്തുള്ള ഇപ്പോൾ വാട്ടറിൻ്റെ കഥ നോക്കിയേ. വെള്ളം എന്തോരം റിയാക്ഷൻസിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കറിയില്ലേ. പക്ഷെ അതൊന്നും ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പേര് വിളിക്കില്ല. ഫോർമേഷൻ എന്ന് പേര് വിളിക്കണമെങ്കിൽ അതിൻ്റെ എലമെൻറ്റുകളിൽ നിന്ന് തന്നെ ഉണ്ടാവണം.
അതാണ് വ്യത്യാസം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഭയങ്കര സിമ്പിളാണ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ എഴുതുക. ഇപ്പോൾ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? വാട്ടർ ഉണ്ടാവും. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യുക, ½ ഇവിടെ എടുക്കുന്ന ആൾ 1 മോൾ ആയിരിക്കണേ, ഇവിടെ 1 മോൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അയാളുടെ കമ്പഷൻ ചോദിച്ചാൽ അയാൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതെന്ന് കണ്ടെത്തലാണല്ലോ. അപ്പോൾ ഇയാളായിരിക്കണം 1 മോൾ. അപ്പോൾ നോക്കിയേ, ഇത് ബാലൻസ് ഇടാം. കാർബണും ഓക്സിജനും തമ്മിൽ കൂടി ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. സോ ദിസ് ഈസ് കോൾഡ് കമ്പഷൻ ഓഫ് കാർബൺ. CH4ഉം ഓക്സിജനും കൂടി ചേർന്നാൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. 2 കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഓക്സിജൻ എടുക്കേണ്ടി വരും. ഈ കംപ്ലീറ്റ് റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇവിടെ ഒരിക്കലും ബാലൻസ് ചെയ്യരുത്. H2C CH4 ഇതൊക്കെ അങ്ങനെ തന്നെ എടുക്കണം. ബാക്കിയുള്ളിടത്തൊക്കെ ബാലൻസ് ചെയ്യുക. ഇങ്ങനെ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന പരിപാടികളെയാണ് കമ്പഷൻ എന്ന് പേര് വിളിക്കുക. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കമ്പഷൻ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുന്ന സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ചിൻ്റെ പേരാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. വെയിറ്റ് ചെയ്തോ, ഹെസസ് ലോയിലേക്കാണ് ഞാൻ പോകുന്നത്. അടിപൊളിയാക്കിയിട്ട് മനസ്സിലാക്കാം. എടാ, അതിന് മുമ്പ് പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി, അതാണ് ഈ കാണുന്നത്. ഉൾക്കൊള്ളു. എല്ലാവരും നേരെ ഇരുന്നിട്ട് ആ ഒഴുകിപ്പോകണമൊക്കെ ഒന്ന് നേരെ ഇരുന്നിട്ട് ഒന്ന് സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ട് നല്ല ഡീപ്പ് ബ്രത്ത് 2 എണ്ണം വലിച്ചു വിട്ടിട്ട് ഇനി ഞാൻ പറയണം, ഒന്ന് ശ്രദ്ധിച്ച്, ഒരു 10 കിലോ ശ്രദ്ധിച്ചേ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് അയാളുടെ പ്രൊഡക്റ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പികളിൽ നിന്ന് റിയാക്റ്റൻറ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പി മൈനസ് ചെയ്തതാണ്. വല്ലതും മനസ്സിലായോ? ഒന്നുകൂടെ കേട്ടോ. എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ കാണിച്ചു തരാം. എടാ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 CO2 H2O ഒക്കെ തന്നിട്ടുണ്ട്. ABC ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് CH4 ആണ് ചോദ്യം. ശ്രദ്ധിച്ച് കണ്ടോട്ടോ. എന്താ ചോദ്യം എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് CH4ൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അപ്പോൾ CH4ൻ്റെ കമ്പഷൻ എഴുതണം. CH4 + 2O2 ഗീവ്സ് CO2 + 2H2O. ഓക്കെ, ഇയാളുടെ മൊത്തം ഇതാണല്ലോ ഇപ്പോൾ ഈ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി എത്ര എന്നാണ് ചോദ്യം. അത് കാണാനാണ് ഞാൻ ഈ ഇക്വേഷൻ പഠിപ്പിച്ചത്. പ്രൊഡക്റ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പികളുടെ സം എടുക്കണം. പ്രൊഡക്റ്റ് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. അയാളുടെ ഫോർമേഷൻ എൻതാൽപ്പി എത്ര? കാർബൺ ഡൈ ഓക്സൈഡിൻ്റേത് B, അപ്പോൾ ഞാനിവിടെ B എന്ന് എടുത്തു. വാട്ടറിൻ്റേത് C, ഞാനിവിടെ 2C എന്ന് എടുത്തു. അതെന്തുകൊണ്ടാണ്? 2 വാട്ടർ ഉണ്ട്, ഒരു വാട്ടറിൻ്റെയാണ് C. മനസ്സിലായോ? സോ ഫോർ ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷൻ എൻതാൽപ്പികളുടെ സമ്മ്. അത് എത്ര ഉണ്ടാവുക? B + 2C എന്നുണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ആളാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഇതല്ലടാ റിയാക്റ്റൻറ്റുകൾ. ഇവരുടെ സമ്മ്. CH4ൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. CH4ൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി A. ഓക്സിജൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി നോക്കിക്കേ, എവിടെ തപ്പിയാലും കിട്ടൂല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓക്സിജൻ്റെത് 0 ആണ്. അതെങ്ങനെ മനസ്സിലായി സാറേ? തരാത്തതൊക്കെ 0 കൊടുക്കുക അല്ല, എലമെൻറ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പി 0 ആയിരിക്കും. എലമെൻറ്റുകൾ ഇനിയിപ്പോൾ ഉണ്ടാവണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. എലമെൻറ്റുകളിൽ നിന്നുണ്ടാവുക എന്നാണല്ലോ ഫോർമേഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഏതൊരു എലമെൻറ്റ് എടുത്ത് നോക്കിയാലും ഓക്സിജൻ ഈസ് ആൻ എലമെൻറ്റ്, ഹൈഡ്രജൻ ഈസ് ആൻ എലമെൻറ്റ്, സൾഫർ ഈസ് ആൻ എലമെൻറ്റ്. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇതിൽ വന്നാൽ അയാളുടെ ഫോർമേഷൻ എൻതാൽപ്പി 0 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ സം ഓഫ് ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ എന്ന് പറഞ്ഞാൽ ആര് മാത്രം? A മാത്രം. അപ്പോൾ B + 2C - A. ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. പരീക്ഷയ്ക്ക് Aയും Bയും Cയും വെച്ചായിരിക്കില്ല. -313 കെൽവിൻ, -756 കെൽവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല വാല്യൂസ് ഒക്കെ ആയിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. ചാമ്പ് കളി മനസ്സിലായാൽ പിന്നെ എന്തോന്നടാ ചാമ്പാൻ. നോക്കിക്കടാ, എന്നാൽ ഇവിടെ തന്നത് നോക്കിക്കേ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനാണ് തന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റുകളുടെ ഫോർമേഷൻ എൻതാൽപ്പികൾ മൊത്തം കൂട്ടിയിട്ട് അതിൽ നിന്ന് റിയാക്റ്റൻറ്റിൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി മൈനസ് ചെയ്യുക. നേരെ മറിച്ച് ഇവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷനാണ് തന്നതെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോ, ഇതിങ്ങോട്ട് റിവേഴ്സ് ആവും. കമ്പഷനാണ് തന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ Fന് പകരം C എടുക്കുക. അപ്പോഴാണല്ലോ കമ്പഷൻ. പ്രൊഡക്റ്റ് എന്നുള്ളത് റിയാക്റ്റൻ്റ് ആകും, റിയാക്റ്റൻ്റ് എന്നുള്ളത് പ്രൊഡക്റ്റ് ആകും. തിരിച്ച് പഠിക്കുക. അപ്പോൾ ഇത് പഠിക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. എന്താണ്? പഠിച്ചോ, ഫോർമേഷൻ എൻതാൽപ്പി തന്നാൽ പ്രൊഡക്റ്റുകളുടെ സമ്മിൽ നിന്ന് റിയാക്റ്റൻ്റ് മൈനസ് ചെയ്യുക. കമ്പഷൻ എൻതാൽപ്പി തന്നാൽ ഇതാ കമ്പഷൻ എൻതാൽപ്പി, റിയാക്റ്റൻറ്റുകളുടെ സമ്മിൽ നിന്ന് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഇതേ സാധനം തന്നെ എഴുതുമ്പോൾ തിരിച്ചെഴുതണമെന്ന് മാത്രം. എങ്ങനെ? ഇതേ സാധനം ഇപ്പോൾ ഇവിടെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് എന്ന് പറഞ്ഞാണ് തന്നിരുന്നത് എങ്കിൽ ഇതേ സാധനം തിരിഞ്ഞു വരും, A - B + 2C എന്നാകും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ തന്നത് ഫോർമേഷൻ എൻതാൽപ്പിയാണോ കമ്പഷൻ എൻതാൽപ്പിയാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ആൻസർ ചെയ്യാം. ഹെസസ് ലോ. എടാ, ഒരു കെമിക്കൽ റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പുകളിലായിട്ട് നടന്നാലും അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും.
ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് നടന്നു. ഇനി അങ്ങനെ അല്ലാതെ പല സ്റ്റെപ്പുകളിലൂടെ എങ്ങനെ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ചിനെ ഞാൻ എക്സ് എന്ന് പേര് വിളിച്ചു. ഡെൽറ്റ എച്ച് ആണ്, ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് എക്സ് എന്ന് പേര് വിളിച്ചു. ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ നടക്കുമ്പോൾ എ സി ആകുന്നു, സി ഡി ആകുന്നു, ഡി ബി ആകുന്നു. അപ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചുകൾ എ ബി സി എന്ന് പേര് വിളിച്ചു. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും ഇങ്ങനെ പല വഴിക്ക് വന്നാലുമുള്ള എൻതാൽപ്പി ചേഞ്ചസ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാടെ കൂട്ടിയാൽ കിട്ടുന്ന എൻതാൽപ്പി ചേഞ്ചും ഈ ഒരു എൻതാൽപ്പി ചേഞ്ചും ഈക്വൽ ആണെന്നല്ലടാ മനസ്സിലാവുക. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലുള്ള എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് ഈസ് എക്സ്. സെവറൽ സ്റ്റെപ്പിലൂടെ നടന്നാലുള്ള എൻതാൽപ്പി ചേഞ്ച് എ പ്ലസ് ബി പ്ലസ് സി. എന്ത് മനസ്സിലായി? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാം സെയിം ആയിരിക്കും എന്നതാണ് ഏതാടാ ഹെസ്സസ് ലോ. ഇനി ആ ഡയലോഗ് ഒന്ന് പഠിച്ച്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൺസ്റ്റന്റ് വെദർ ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്സ്. ഒരു റിയാക്ഷൻ നടക്കുന്നത് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണെങ്കിലും ഒരു സിംഗിൾ സ്റ്റെപ്പിലൂടെയാണെങ്കിലും ആ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റന്റ് ആണെന്ന നിയമത്തിന് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഓമനിച്ച് വിളിച്ച പേരാണ് ഹെസ്സസ് ലോ. ഡീലല്ലേ മോനെ? എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷനും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എടാ NH3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിലെ എല്ലാ ബോണ്ടും പൊട്ടിക്കുകയാണ്. ഇതാ ഈ ബോണ്ട് എല്ലാ ബോണ്ടും പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാം അതിൻ്റെ ഇൻഡിവിജ്വൽ ആറ്റംസ് ആയി മാറിയില്ലേ? അതിന് വേണ്ട എമൗണ്ട് ഓഫ് എനർജിയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എങ്ങനെ പറയാം? ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി ടു ബ്രേക്ക് ഓൾ ദി ബോണ്ട്സ്. എല്ലാ ബോണ്ടും പൊട്ടിക്കാൻ ചിലവാകുന്ന എനർജിയാണ് ഓൾ ദി ബോണ്ട്സ് ഓഫ് എ 1 മോൾ സബ്സ്റ്റൻസ്. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ എല്ലാ ബോണ്ടും പൊട്ടിക്കാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എന്നാൽ ഒരു പർട്ടിക്കുലർ ബോണ്ട് മാത്രം പൊട്ടിക്കാൻ, സോ NH3 എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണെന്ന് വിചാരിച്ചോ, എല്ലാ ബോണ്ടും വേണ്ട, ഈ ഒരു ബോണ്ട് മാത്രം അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് മാത്രം പൊട്ടിക്കാൻ ചിലവാകുന്ന എനർജിയുടെ പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. എന്താ വ്യത്യാസം? എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ പർട്ടിക്കുലർ ബോണ്ട് ഇൻ 1 മോൾ ഗേഷ്യസ് കോമ്പൗണ്ട്. ഒരു മോൾ കോമ്പൗണ്ടിൻ്റെ ഒരു പർട്ടിക്കുലർ ബോണ്ട് മാത്രം പൊട്ടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ക്ലിയർ അല്ലേ? ഇവിടെയും NCERT ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിപ്പിച്ച ഫോർമേഷൻ എൻതാൽപ്പി, കമ്പഷൻ എൻതാൽപ്പി പോലെ കമ്പഷൻ എൻതാൽപ്പിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. റിയാക്റ്റൻറ്റുകളുടെ ബോണ്ട് എൻതാൽപ്പി തന്നാൽ അതിൻ്റെ സം എടുക്കുക, പ്രൊഡക്റ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പിയുടെ സം എടുക്കുക, എന്നിട്ട് റിയാക്റ്റൻറ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പിയിൽ നിന്ന് പ്രൊഡക്റ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പി കുറച്ചാൽ റിയാക്ഷൻ്റെ മൊത്തത്തിലുള്ള എനർജി കിട്ടും. എൻതാൽപ്പി ചേഞ്ച് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തില്ലടാ എക്സാമ്പിൾ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നേരത്തെ പറഞ്ഞ 2 എണ്ണം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത് പഠിച്ചവന് ഇത് വലിയ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഫോർമേഷൻ എൻതാൽപ്പി എന്നോ കമ്പഷൻ എൻതാൽപ്പി എന്നോ പറയുന്നതിന് പകരം ബോണ്ട് എൻതാൽപ്പി എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്താൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. ഓക്കെ അല്ലേടാ? ഇനി ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ലാറ്റിസ് എൻതാൽപ്പി 2 രൂപത്തിൽ പറയാം. നിങ്ങളിപ്പോൾ എൻ്റെ രൂപത്തിൽ പറ. എടാ ഈ NaCl കണ്ടില്ലേടാ? NaCl എന്താ? NaClനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. അയാളൊരു അയോണിക് കോമ്പൗണ്ടാണ്. ഈ NaClൻ്റെ അളവ് 1 മോളാണെന്ന് വിചാരിക്കുക. ഉപ്പ് സോളിഡാണോ ലിക്വിഡാണോ ഗ്യാസ് ആണോ? എൻ്റെ നാട്ടിലൊക്കെ ഉപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റ അല്ലല്ലോ, സോളിഡാണ്. ഈ ഉപ്പിനെ ഞാൻ അങ്ങോട്ട് എനർജി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചൂടങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള Na+ഉം Cl- ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. കണ്ടീഷൻ Na+ ഏത് സ്റ്റേറ്റിലെത്തണം? ഗ്യാസ്. Cl- ഗ്യാസായി മാറണം. അതിന് ടോട്ടൽ ചിലവാകുന്ന എനർജിയുടെ പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ എന്താ ലാറ്റിസ് എൻതാൽപ്പി? 1 മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ടിനെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്, പഠിച്ചോ. 1 മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ടിനെ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റാൻ ചിലവാകുന്ന എനർജിയുടെ പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. ഈ ഡയലോഗ് വെച്ച് നോക്കിയേ. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഇൻ ടു ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്. മനസ്സിലായില്ലേ പൊന്നുമോനെ? ഇനി ഞാൻ പറഞ്ഞു 2 രൂപത്തിൽ പറയാമെന്ന്. അതെന്താ രണ്ടാമത്തെ രൂപം എന്ന് പറയും? ചിലരിങ്ങനെ പറയാം. ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് 1 മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ്. രണ്ടും ഒന്ന് തന്നെയല്ലേടാ? ഒന്നാകുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം, മറ്റേതാകുമ്പോൾ ഇങ്ങോട്ട് കിട്ടണം. അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു രൂപത്തിൽ പറഞ്ഞു പഠിക്കുക. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 1 മോൾ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഇൻ ടു ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്. മോനെ ഇത് പഠിച്ചോ. ഇത് 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് കുട്ടികൾ ഇതിനെ വിലയിരുത്തും. എൻ്റെ കൂടെ സഞ്ചരിച്ചാൽ ഇത് ഞാൻ സിമ്പിളാക്കി തരാം. വാട്ട് ഈസ് ബോൺ ഹേബർ സൈക്കിൾ? ഫസ്റ്റ് ഓഫ് ഓൾ പൊന്നുമോനെ, ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹെസ്സസ് ലോ ആണ് എന്ന് ഓർത്ത് വെക്ക്.
SS ഞാൻ പഠിപ്പിച്ചില്ലേ, ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ നടന്നാലുമുള്ള ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കുമെന്ന് ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ബോൺ ഹേബർ സൈക്കിൾ. അപ്പോൾ ബോൺ ഹേബർ സൈക്കിളിൽ നോക്കിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാൽക്കുലേറ്റ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എവിടെ എക്സ്? ഇതാ ഈ ഒരു ഫിഗറിൽ ഇവനാണ് എക്സ്. അഥവാ NaS സോളിഡ്, ഇതാ സോഡിയം ഏതവസ്ഥയിൽ? സോളിഡ് അവസ്ഥയിൽ, ക്ലോറിൻ ഗേഷ്യസ് അവസ്ഥയിൽ NaCl ആയിട്ട് മാറുന്ന ഈ റിയാക്ഷൻ്റെ എക്സ് എത്ര, അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എത്ര എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവരിവിടെ കുറേ 5 ഡാറ്റ തന്നിട്ടുണ്ട്. ഏതാണ് 5 ഡാറ്റ? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, സബ് എന്ന് ഷോർട്ടാക്കിയ സബ്ലിമേഷൻ. ഇതാ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഓഫ് സോഡിയം, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ, ലാറ്റിസ് എൻതാൽപ്പി ഓഫ് NaCl ഒക്കെ തന്നിട്ടുണ്ട്. വഴി ഉണ്ടാക്കാം. ബോർഡിലേക്ക് നോക്കുമോനെ. എടാ സോഡിയം സോളിഡും ക്ലോറിൻ ഗ്യാസും കൂടി ചേർന്ന് NaCl ഉണ്ടാകുന്ന ഈ റിയാക്ഷനെ ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ എൻ്റെ കൂടെ പഠിക്കണം. ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? സോഡിയത്തിനെ സോളിഡ് അവസ്ഥയിൽ നിന്ന് ഗ്യാസാക്കി മാറ്റണം. എന്നിട്ട് അതിൽ നിന്നൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് Na+ ആക്കണം. ഇതാണ് സോഡിയത്തിന് വരേണ്ട 2 ചേഞ്ച്. ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറേ. എനിക്കറിയാത്തതുകൊണ്ടാണല്ലോ ഈ നോക്കി നിൽക്കണേ. പഠിക്ക്. സോളിഡ് ആയിട്ടുള്ള സോഡിയം ഗ്യാസ് ആക്കണം, എന്നിട്ട് അതിൽ നിന്നൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് Na+ ആക്കണം. ഇതാണ് സോഡിയത്തിന് വരുത്തേണ്ട ചേഞ്ച്. എടാ ഹാഫ് ക്ലോറിനാണ് ഉണ്ടായിരുന്നത്, ഹാഫ് Cl2. ഇതിപ്പോൾ ഒരു മോളിക്യൂളാണ്. ആദ്യം അതിനെ ആറ്റം ആക്കണം. അഥവാ Cl2 എന്നുള്ള 2 ക്ലോറിൻ ഇങ്ങനെ നിൽക്കുന്നതിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടണം. അപ്പോൾ ഹാഫ് Cl2നെ ക്ലോറിൻ ആറ്റം ആക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് Cl- ആക്കണം. ഇപ്പോൾ ഓക്കെ, ദാ Na+ഉം Cl- റെഡിയാണ്, ഗേഷ്യസ് ഫോംസിൽ റെഡിയാണ്. ഇനി അവർ കൂടി ചേർന്നാൽ NaCl കിട്ടിക്കോളും. പൊന്നു മോനെ പറ, ഈ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് NaCl കിട്ടുമ്പോൾ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ചിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? അത് ഞാൻ പഠിപ്പിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. തിരിച്ചും മറിച്ചും പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലേടാ. 1 മോൾ സോളിഡ് അയണിക് കോമ്പൗണ്ട് ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളാക്കി മാറ്റാനെടുക്കുന്ന എനർജി, അല്ലെങ്കിൽ ഈ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് സോളിഡ് അയണിക് കോമ്പൗണ്ട് ആയി മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, രണ്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ വാല്യൂ, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പേര് പറയാം. സോ ദിസ് ഈസ് ലാറ്റിസ് എൻതാൽപ്പി. ഇനി ഓരോരോ സ്റ്റെപ്പ് മനസ്സിലാക്കടാ. സോഡിയം ഗ്യാസായി മാറുന്നത് സബ്ലിമേഷൻ അല്ലേ? സോളിഡ് ഗ്യാസായി മാറുന്നു. ഈ ഗ്യാസിൽ നിന്ന് ഒരു അയോണ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ളതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ന്യൂട്രലായിട്ടുള്ള ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കാറ്റോണായി മാറുക, ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് അയോണൈസേഷൻ എൻതാൽപ്പി. അത് ഇവിടെ പറഞ്ഞില്ലല്ലോ, ഇവിടെ പറയില്ലല്ലോ, ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ ഇവിടെ ക്ലോറിൻ്റെ ബോണ്ട് ഇങ്ങനെ പൊട്ടിക്കല്ലേ ചെയ്യണേ, അത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നാ പേര് പറയും. അതിവിടെ തന്നിട്ടുണ്ട്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താ അറിയോ? ഒരു ക്ലോറിൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അവിടെ തന്നിട്ടുണ്ടാവുക. ഇവിടെ എത്ര ക്ലോറിൻ മോളിക്യൂൾ ഉണ്ട്? ഹാഫ് അല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ 1/2 ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് ഇവിടെ എടുക്കേണ്ടത്. മനസ്സിലായോ? എന്തുകൊണ്ട്? ഇവിടെ ഹാഫ് ആയതുകൊണ്ട്. ഫൈനലി ക്ലോറിൻ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് ക്ലോറിൻ മൈനസായി ആനിയോണായി മാറുമ്പോഴാണ് ആ എനർജിയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പേര് വിളിക്കുക. ഈ പറഞ്ഞ 5 ആൾക്കാർ അവിടെ തന്നിട്ടുണ്ട്. 1 2 3 4 5 1 2 3 4 5 എല്ലാത്തിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ലേ? ഈ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിലുള്ള ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഈ സെവറൽ സ്റ്റെപ്പിലൂടെയുള്ള ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പറ, X is equal to എല്ലാം കൂട്ടുക, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പ്ലസ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം പ്ലസ് ഹാഫ് ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ, എല്ലാം കഴിഞ്ഞ അവസാനം ലാറ്റിസ് എൻതാൽപ്പി. ഈ പറയുന്ന എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ ആൻസർ കാണാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ വാല്യൂ തരും, എന്നിട്ട് ലാറ്റിസ് എൻതാൽപ്പി ചോദിച്ചളയും. ജിമ്പിൾ. ഇതാ ഇവിടെ ഈ വാല്യൂ തരും, ലാറ്റിസ് എൻതാൽപ്പി ചോദിച്ചോളയും, ബാക്കി എല്ലാ കിടതാപ്പുകളെയും ഒരുമിച്ച് കൂടി നേരെ ആട്ടി വിടറ. ബോൺ ഹേബർ സൈക്കിൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ബോൺ ഹേബർ സൈക്കിൾ ഞാൻ പറയുന്ന ഭാഗം മുതൽ ഒന്നുകൂടെ കാണുക. എന്നാൽ നിനക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് മോനെ. എൻട്രോപ്പി. വാട്ട് ഈസ് എൻട്രോപ്പി? സിമ്പിളാണ്. ഇറ്റ് ഈസ് ടോട്ടൽ ഇറഗുലാരിറ്റി ഓഫ് എ സിസ്റ്റം ഓർ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ സിസ്റ്റം. ഇത് രണ്ടും പറയാം. ടോട്ടൽ ഇറഗുലാരിറ്റി ഓഫ് എ സിസ്റ്റം എന്ന് പറയാം, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നും പറയാം. എൻട്രോപ്പി ആർക്കാണ് കൂടുതൽ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളതായിരിക്കാം ഗ്യാസിനല്ലേടാ. ഫ്രീ ടു മൂവ് ഗ്യാസ് അല്ലേടാ. അപ്പോൾ അയാൾക്കാണ് എൻട്രോപ്പി കൂടുതൽ. ഏറ്റവും കുറവ് എൻട്രോപ്പി സോളിഡിനായിരിക്കും. ഈ സോളിഡിന് ഡിഗ്രി ഓഫ് ഫ്രീഡം വളരെ കുറവല്ലേടാ. അയാളുടെ മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡിന് കുറച്ചുകൂടെ മൂവ് ചെയ്യാം, അത് കുറച്ചുകൂടെ ഇറഗുലറാണ്. സോളിഡ് നല്ല റെഗുലറാണ്. റെഗുലർ അല്ല വേണ്ടത്, ഇറഗുലർ ആവണം. ഇറഗുലർ ആയാലാണ് അയാൾക്ക് എൻട്രോപ്പി കൂടുക.
അപ്പോൾ എൻട്രോപ്പി കൂടുതലുള്ളത് ഗ്യാസിനാണ്, പിന്നെ ലിക്വിഡ്, പിന്നെ സോളിഡ്. മോനെ ഇങ്ങനെ കുറേ കൺവേർഷൻസ് തരും. ഇവിടെയൊക്കെ എൻട്രോപ്പി കൂടുകയാണോ കുറയാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. ഒരു സോളിഡ് ലിക്വിഡ് ആകുന്നു, ചിന്തിക്ക് മോനെ ചിന്തിക്ക്. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ അയാൾക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഫ്രീഡം കൂടുതലല്ലേ ചെയ്യണേ. അപ്പോൾ എൻട്രോപ്പി ഇൻക്രീസസ് എന്നുള്ളതിന് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന വേർഡ് ഇങ്ങനെയാണ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഹലോ, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് എന്ന് പറയും. ഡീലല്ലേടാ? അപ്പോൾ എൻട്രോപ്പി കൂടുകയാണെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ്, എൻട്രോപ്പി കുറയാണെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ്. പറഞ്ഞോ, വാട്ടർ ഗ്യാസ് ആയിരുന്നു, അത് ലിക്വിഡായി മാറി. ഗ്യാസിനല്ലേടാ ഭയങ്കര ഫ്രീഡം, അതിപ്പോൾ കുറഞ്ഞിട്ട് ലിക്വിഡായി മാറി. അപ്പോൾ ഈ ഒരു കൺവേർഷനിൽ എൻട്രോപ്പി കുറയാണ് ചെയ്യണേ, ഡെൽറ്റ എസ് നെഗറ്റീവ്. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ റിയാക്ഷൻസ് തരാം. കാൽസ്യം കാർബണേറ്റ് സോളിഡാ, കാൽസ്യം ഓക്സൈഡ് സോളിഡാ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാ. സിമ്പിൾ. അപ്പോൾ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് സോളിഡ് മാത്രമേ ഉള്ളൂ. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ സോളിഡും ഉണ്ട്, ഗ്യാസുമുണ്ട്. അപ്പോൾ ഗ്യാസ് ഉണ്ടാകും, എന്തായാലും അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്നില്ലേ? സോളിഡ് ഉണ്ടായിക്കോട്ടെ, എക്സ്ട്രാ ഗ്യാസും ഇല്ലേ? സോ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. ക്ലിയർ? ഐസ് വാട്ടർ ആകുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളിഡ് ലിക്വിഡ് ആവുകയാണ് ചെയ്യുന്നത്. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി കൂടും, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. ക്ലിയർ? നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. നൈട്രജൻ ഗ്യാസാ, ഹൈഡ്രജൻ ഗ്യാസാ, അമോണിയ ഗ്യാസാ. ഇവിടുത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇവനും ഗ്യാസാ അവനും ഗ്യാസാ. അപ്പോൾ നിങ്ങൾ എണ്ണം നോക്കണം. ഇവിടെ എത്ര ഗ്യാസാ? 4 ഗ്യാസാ. 4 ആൾക്കാരുണ്ടായിരുന്നു, പാറിപ്പറന്ന് നടക്കാൻ പറ്റിയ 4 ആളുണ്ടായിരുന്നു. ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്തായിരിക്കും എൻട്രോപ്പി കൂടുതൽ. അപ്പോൾ ഇവിടെ എൻട്രോപ്പി കൂടുതലുള്ള ഭാഗത്തു നിന്ന് എൻട്രോപ്പി കുറവുള്ള ഭാഗത്തേക്കായിപ്പോയി. അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഗ്യാസിൻ്റെ എണ്ണം, 2 ഭാഗത്തും ഗ്യാസ് ആണെങ്കിൽ എണ്ണം നോക്കണമെന്ന്. ഗ്യാസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ എൻട്രോപ്പി കൂടുന്നു, കുറയുകയാണെങ്കിൽ എൻട്രോപ്പി കുറയുന്നു. ഇവിടെ ഡെൽറ്റ എസ് നെഗറ്റീവാണ്. ഇനി ഇവിടെ പറഞ്ഞു നോക്കിയേ, ഹൈഡ്രജൻ ഗ്യാസാ, ഇത് മോളിക്യൂളാണ്. 2 H ആയി മാറുന്നു, ഇത് ആറ്റമായി മാറി. മോളിക്യൂളാൾ ആറ്റമായി മാറി. അപ്പോൾ എന്താ സംഭവിക്കണേ? ഇവിടെ 2 ഹൈഡ്രജനും കൂടി ഒരുമിച്ചാണ് നിൽക്കണേ. അപ്പോൾ ഒരു മോളിക്യൂൾ ഇവിടെ ഉള്ളൂ, നമ്പർ 1. അവിടെ 2 ആറ്റമായി മാറി, അവിടുത്തെ നമ്പർ 2. അപ്പോൾ ഗ്യാസിൻ്റെ എണ്ണം അവിടെ കൂടി. സോ എൻട്രോപ്പി ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനത്തെ കൺവേർഷൻസ് തന്നിട്ട് ഇവിടെ എൻട്രോപ്പി കൂടുകയാണോ കുറയാണോ എന്ന് ചോദിച്ചാൽ എന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ചേഞ്ച് ഇൻ എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി. ഓർത്ത് വെച്ചോളേ, ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയാം, ക്യൂ ബൈ ഡെൽറ്റ ടി എന്നതാണ് ശരി ഉത്തരം. ഓക്കെ, രണ്ടും പറയാം. അത് വെച്ചിട്ട് കാൽക്കുലേഷൻസ്, ടി എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗിബ്സ് എനർജി ഡെൽറ്റ ജി, വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ ആദ്യം ഓർത്ത് വെക്ക്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഒന്ന് വിഴുങ്ങിക്കടാ, നല്ലൊരു ശ്വാസം വലിച്ചിട്ട് ഇതൊന്ന് വിഴുങ്ങിക്കേ. ഡെൽറ്റ ജി, ഗിബ്സ് ഫ്രീ എനർജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ അല്ലേ? അത് പഠിച്ചോട്ടാ. ഡെൽറ്റ എച്ച് എന്താ നിങ്ങൾക്കറിയാം, എന്താൽപി ചേഞ്ച്. ടി എന്താ? ടെമ്പറേച്ചർ. ഡെൽറ്റ എസ് എന്താ കുഞ്ഞ്? നമ്മുടെ എൻട്രോപ്പി ചേഞ്ച്. ക്ലിയർ അല്ലേ? ഡെൽറ്റ ജി ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് എന്നാണ് അർത്ഥം. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ലാത്തത്. എടാ, എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല, എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ നോട്ട് റിക്വയർഡ്. വെറുതെ നടക്കുന്ന റിയാക്ഷൻ, വെറുതെ കണ്ടുമുട്ടിയാൽ മതി റിയാക്ഷൻ നടക്കും. മറ്റേത് അങ്ങനെയല്ല. നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ നമ്മൾ പവർ പ്രയോഗിക്കണം, നമ്മൾ അവനെ അടിക്കണം, എന്നാലേ അവനെന്ത് ചെയ്യുള്ളൂ, റിയാക്ഷൻ നടക്കുള്ളൂ. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ്, നോൺ സ്പോണ്ടേനിയസ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ ഉണ്ടാവുക. നീ ഇങ്ങനെ സ്കൂളിൽ പോണ വഴിക്ക് ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂളും ഓക്സിജൻ്റെ ഒരു മോളിക്യൂളും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് നിൻ്റെ മുമ്പിൽ ഒരു വെള്ളത്തിൻ്റെ തുള്ളി കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. ഹൈഡ്രജൻ ഓക്സിജനൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇഷ്ടം പോലെ ഉണ്ട്, എന്നിട്ടും എന്താ അവിടെ വാട്ടർ ഉണ്ടാവാത്തത്? അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ അല്ല, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് പ്രഷർ കൊടുത്തിട്ടൊക്കെ എട്ടങ്ങാറാക്കിയാലേ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ചേർന്നാൽ എന്ത് കിട്ടും എന്ന് നമ്മൾ സിമ്പിളായിട്ടാണ് ചോദിക്കുമല്ലോ. അതത്ര സിമ്പിൾ റിയാക്ഷൻ ഒന്നല്ല, ബിക്കോസ് ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. ക്ലിയർ അല്ലേ? ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. ദ റിയാക്ഷൻ ഈസ് സെഡ് ടു ബി അറ്റ് ഇക്വിലിബ്രിയം. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് പറയപ്പെടുക. ഓക്കെ അല്ലേടാ? അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എന്തൊക്കെയാണ് സ്പോണ്ടേനിറ്റിയിൽ വരുന്ന മാറ്റം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മോനെ, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസിലൊക്കെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഈ വാല്യൂ നെഗറ്റീവ്. ഓക്കെ, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഈ വാല്യൂ പോസിറ്റീവ്. അപ്പോൾ കുഴപ്പമില്ല. എടാ, ഇവിടെയും മൈനസ്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇയാൾ നെഗറ്റീവ്. ഇവിടെ മൊത്തത്തിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേടാ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്, ഡെൽറ്റ ഇവിടെ ഡെൽറ്റ എസ് എന്നാണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഈ എൻ്റയർ വാല്യൂ വിൽ ബി നെഗറ്റീവ്, കാരണം ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്.
അപ്പോൾ ഇവിടെ മൈനസ് വേറൊരു വാല്യൂ, ടോട്ടൽ വാല്യൂ വിൽ ബീൻ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, റിയാക്ഷൻ ഉറപ്പായിട്ടും സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിട്ടുള്ള ഏതൊരു റിയാക്ഷനും സ്പോണ്ടേനിയസ് ആണ്. ഇനി ചിന്തിക്ക്, ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഈ വാല്യൂ പോസിറ്റീവാണ്. ഹലോ, ഡെൽറ്റ എസ് നെഗറ്റീവുമാണ്. അപ്പോൾ ഈ ഡെൽറ്റ എസിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവില്ലേ? സോ ദി എൻറ്റയർ വാല്യൂ വിൽ ബി പോസിറ്റീവ്. ഡെൽറ്റ ജി അവിടെ എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരുള്ളൂ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ഓൾവേസ് നോൺ സ്പോണ്ടേനിയസ്. അവരെപ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് കേട്ടോ നമ്മൾ ഇക്വേഷൻ. ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നത്. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഇത് പോസിറ്റീവ് വാല്യൂ. ഡെൽറ്റ എസും പോസിറ്റീവ്. ഹലോ, അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂവിൽ നിന്ന് എക്സ് ആയിക്കോട്ടെ, മൈനസ് ഈ വാല്യൂ വൈ ആയിക്കോട്ടെ, മൈനസ് ചെയ്താൽ ഇത് ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇയാൾ പോസിറ്റീവ്, ഇയാൾ നെഗറ്റീവ് ആണ്. ഇതാണ് വലുതെങ്കിൽ മൊത്തം വാല്യൂ പോസിറ്റീവ്, ഇതാണ് വലുതെങ്കിൽ മൊത്തം വാല്യൂ നെഗറ്റീവ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാരാ? ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഇതാരാ? ടി ഡെൽറ്റ എസ്. ടി ഡെൽറ്റ എസിനേക്കാൾ വലുതാണെങ്കിൽ അവിടെ ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കും. തിരിച്ച് ഡെൽറ്റ എച്ച് അഥവാ ഇയാൾ ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ, അഥവാ ഈ മൈനസ് വാല്യൂ വലുതാണെങ്കിൽ, ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് ആണെങ്കിൽ അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിൽ ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ എവിടെയാണ് കൂടുതൽ നോക്കിയിട്ട് നമുക്ക് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന സാധനങ്ങളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് കേസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ്. ഇതാ ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതാണ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇയാൾ നെഗറ്റീവ്, സോ മൈനസ് എക്സ്. പിന്നെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ്. ഡെൽറ്റ എസ് നെഗറ്റീവ്, അപ്പോൾ ഇതിൻ്റെ മൊത്തം വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ അതിന് മൈനസ് വൈ എന്ന് എടുക്കുകയാണ്. ഉള്ളിലൊരു മൈനസ് പുതിയതായിട്ട് വന്നു. അപ്പോൾ ഈ മൈനസും കട്ടായിപ്പോയി, മൈനസ് എക്സ് പ്ലസ് വൈ എന്നായിപ്പോയി. ഓക്കെ അല്ലേടാ? ഇനി പറ, ഇവിടെ ഇപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആകോ പോസിറ്റീവ് ആകോ എന്ന് പറയാൻ പറ്റില്ല. എക്സ് വലുതാണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആകും, വൈ വലുതാണെങ്കിൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആകും. ഇങ്ങനെയല്ലേ പറയാം? ഏതാണോ വലുത് അതിനനുസരിച്ചല്ല റിസൾട്ടൻ്റ് വരിക. സോ ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാൾ വലുതാണെങ്കിൽ അയാൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. എന്നാൽ ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാൾ ചെറുതാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അയാൾ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം, ഭയങ്കര സംഭവമാക്കിയിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതൊക്കെ നല്ലോണം ചിന്തിച്ച് കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ജി ആൻഡ് കെ വെരി 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 ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഇക്വേഷൻ. ഡെൽറ്റ ജി ഈക്വൽ ടു -2.303 RT log കെ. കാണാതെ പഠിച്ചോട്ടാ. ഡെൽറ്റ ജി ഈക്വൽ ടു -2.303 RT log കെ. മോനെ 2 ലോ കൂടി പഠിക്കാനുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും. എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഈ യൂണിവേഴ്സ് ഇല്ലേടാ, ഈ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റയർ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇങ്ങനെയാണ് വായിക്കുക. എൻട്രോപ്പി ഓഫ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എൻട്രോപ്പി കൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ എൻട്രോപ്പി ഓഫ് ബ്രാക്കറ്റിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ്, രണ്ടും എഴുതാം. എൻട്രോപ്പി ഓഫ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ബാർ ഇട്ടിട്ട് എഴുതുക. എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എൻട്രോപ്പി കൂടുക എന്നുള്ളതാണ് എല്ലാ സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെയും ഉദ്ദേശം എന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മുന്നേ ലാസ്റ്റത്തെ സ്ലൈഡാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ടെമ്പറേച്ചറാണ്. ഈ 0 കെൽവിൻ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ലോകത്തെ ഏതൊരു പ്യുവറായിട്ടുള്ള ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെയും എൻട്രോപ്പി വാല്യൂ 0 ആയിരിക്കും എന്നതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് എൻട്രോപ്പിയും കുറഞ്ഞു വരും. അങ്ങനെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എൻട്രോപ്പിയും 0 ആകും എന്ന നിയമത്തിൻ്റെ പേരാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വായിച്ച്, എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് 0 അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. എന്താ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ? 0 കെൽവിൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെയും എൻട്രോപ്പി 0 ആവാൻ പാടില്ല. 0 അയാൾ ഇല്ലാതായി എന്നാണ് അർത്ഥം. അത്രയും കറക്റ്റ് സ്റ്റിഫായിപ്പോയി എന്നാണ് അർത്ഥം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. വിച്ച് മീൻസ് 0 കെൽവിൻ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അവിടെ വോളിയം 0 ആകും, എൻട്രോപ്പി 0 ആകും. സോ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഈസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ദുനിയാവിൽ അങ്ങനെ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്താൻ പറ്റില്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആ തെർമോഡൈനാമിക്സ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചേടാ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.